ഇന്നത്തെ എപ്പിസോഡ് അർജുൻ തൂക്കി എന്ന് വേണം പറയാൻ. നോറേനെ ഇനി ഇതിലും മനോഹരമായിട്ട് ആർക്കെങ്കിലും കാണിക്കാൻ പറ്റുമോ? ചെറിയ 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 നോറ പാടുന്ന അല്ലെങ്കിൽ മൂളുന്ന പാട്ട് പോലും അർജുൻ ഒബ്സർവ് ചെയ്തത് മൂളി നടന്നു. അത്രമാത്രം ഡെപ്തുള്ള ഒരു കണ്ടന്റ് മേക്കർ ആയിരുന്നു നോറ എന്ന് അർജുൻ അതിനെ ഫലിപ്പിച്ച് കാണിച്ചു. അത്ര രസമായിട്ട് പല 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 സ്ഥലങ്ങളിലും പോയിരുന്ന് നമുക്ക് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ അർജുൻ മാത്രമല്ല എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്, കഴിവിൽ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ആവാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും ആ ക്യാരക്ടർ തന്ന ക്യാരക്ടർ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കണ്ണിമ ചിമ്മാതെ കാണാൻ പറ്റി. ഇനി BB+ലും അതിൻ്റെ ബാക്കിയുണ്ട്. കണ്ണിമ ചിമ്മാതെ നമുക്ക് എല്ലാവരും എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തത്. പരകായ പ്രവേശം എന്തായാലും അസലായി. എല്ലാവർക്കും നമസ്കാരം. അതിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അർജുൻ സൂപ്പറായിട്ടുണ്ട്. സ്വിച്ച് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അവർ തന്നെയാണ് ആദ്യം, അതായത് ഇനിയിപ്പം നോറയുടെ ക്യാരക്ടർ വേറെ ആർക്കെങ്കിലും കൊടുക്കുമോ അങ്ങനെ ഒന്നുമില്ല. ബിഗ് ബോസ് ഇന്നത്തോടു കൂടി ഈ ടാസ്ക് അങ്ങ് അവസാനിപ്പിച്ചു. ഇത് നാളെ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇന്ന് ഈ ടാസ്ക് അവസാനിച്ചു. ബിഗ് ബോസ് തന്നെ പറഞ്ഞു സൂപ്പറായിട്ട്. ബിഗ് ബോസ് തന്നെ ഇതിലൊരു കഥാപാത്രമായി. നോറയെ കൺഫെഷൻ റൂമിൽ പിടിച്ചിരുത്തിയിട്ട് ബിഗ് ബോസ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, കുട്ടി എന്താ പറയണമെന്ന് അന്നും ഉണ്ടായില്ലേ, അതേ സംഭവം തന്നെ ഇവിടെ റെക്രിയേറ്റ് ചെയ്തു അർജുനെ വെച്ചിട്ട്. കൺഫെഷൻ റൂമിൽ അർജുൻ സൂപ്പർ. അതേപോലെ തന്നെ ബാത്റൂം ഏരിയയിൽ പോയിരുന്ന് കരഞ്ഞത് സൂപ്പർ. ക്യാമറ നോക്കി പറഞ്ഞത് സൂപ്പർ. പിന്നെ ബാത്റൂമിലെ കരച്ചിൽ, അതായത് നീ എന്തായാലും സേവായി, ഞാനിരുന്ന് കരഞ്ഞാലേ ഞാനും സേവ് ആവുള്ളൂ, അതൊക്കെ സൂപ്പർ. ദൈവമേ, കോഴിക്കോട് കൊളാബ് കിട്ടിയതാണ് വെപ്പുമുടി, അതും കുളമായി എന്നൊക്കെ പറഞ്ഞ അതൊക്കെ സൂപ്പർ. പിന്നെ സിജോയെ കൊണ്ട് തീ വെച്ചിട്ട് കാട്ടുതീ തുപ്പിയിട്ട് ഗ്യാസ് കത്തിക്കാൻ പറയുന്നത്. പിന്നെ BB+ലെ മുടിയിൽ ടവല് കെട്ടി വരുന്ന നോറ, അത് സൂപ്പർ. അത് BB+ലാണ്. പാട്ട് പോലും നോറ പാടുന്ന പാട്ട് പോലും അർജുൻ പാടി നടന്നു. എന്തായാലും കലക്കി തിമിർത്തു എന്ന് വേണം പറയാൻ. അർജുനെ വെച്ചിട്ട് തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റിയ ഒരു എപ്പിസോഡ്. അതായത് ഒരു മിനിറ്റ് വീഡിയോ ആ നോറ വെച്ച് മാത്രം തന്നെ കലക്കി തിമിർക്കാൻ പറ്റുന്ന ഒരു സംഭവം അർജുൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ജാസ്മിൻ. അർജുൻ കഴിഞ്ഞിട്ട് നന്നായിട്ട് ചെയ്തത് ജാസ്മിനാണ്. സിജോയുടെ എല്ലാ മാനറിസംസും, പ്രത്യേകിച്ച് സിജോ കാണിക്കുന്ന രീതി, എല്ലാം കൈ പോകുന്ന രീതി, ഇങ്ങനെ വെക്കുന്ന രീതി, കാട്ടുതീ, അതെനിക്ക് തോന്നുന്നു കുറവാണ് കാണിച്ചത്. ലൈവിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു, എപ്പിസോഡിൽ കുറവായിരുന്നു. പക്ഷെ എന്തായാലും നന്നായിട്ട് തന്നെ ജാസ്മിൻ അത് കൈകാര്യം ചെയ്തു. പിന്നെ അർജുനുമായിട്ടുള്ള കോംബോ, നോറ, അതായത് നോറയായിട്ട് അഭിനയിക്കുന്ന അർജുനുമായിട്ടുള്ള കോംബോ ഒക്കെ സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ചെയ്തത് എനിക്കൊന്ന് ഋഷിയാണ്. ഋഷി ജിൻഡോയായിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ സ്മോക്കിംഗ് ഏരിയ പോയി നിന്ന് സംസാരിക്കുന്നത്. ഞാൻ കള്ളം പറയത്തില്ല, കള്ളം പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഗെയിമിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഋഷിയും അത് ജിൻഡോയായിട്ട്, അതായത് ജാസ്മിനായ ജിൻഡോയായിട്ടുള്ള വഴക്ക്, അതായത് ജാസ്മിൻ്റെ ജിൻഡോയുടെ വഴക്ക് റെക്രിയേറ്റ് ചെയ്യുന്നത് ഗബ്രി പോയപ്പോൾ ഉള്ളത്, അത് നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് ചെയ്തത് നോറ അഭിഷേകിനെയാണ് ചെയ്തത്. അവിടെ കിടന്നുകൊണ്ട് എനിക്ക് എന്താണ് മൂടില്ല എന്ന് പറഞ്ഞ ആ സംഭവം നന്നായിരുന്നു. ജിൻഡോ ലൈവിൽ കുറവായിരുന്നു ജിൻഡോനെ കാണിച്ചത്, പക്ഷേ എപ്പിസോഡിൽ കുറച്ചും കൂടെ കാണിച്ചിട്ടുണ്ട്. ജാസ്മിൻ്റെ വഴക്ക്, ജാസ്മിനും ജിൻഡോ ആയിട്ടുള്ള വഴക്ക് ഒന്നും കൂടെ റെക്രിയേറ്റ് ചെയ്ത് നന്നായിട്ടിരുന്നു, ശ്രമിച്ചു. പക്ഷേ ജാസ്മിൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിനെ നമുക്ക് പല ആംഗിളിലും പല രീതിയിലും കാണിക്കാൻ പറ്റുമായിരുന്നു. അത് നല്ല രീതിയിൽ കാണിക്കാൻ പറ്റുമായിരുന്നു ജാസ്മിനെ. അത് ജിൻഡോയ്ക്ക് സാധിച്ചില്ല. എത്ര രീതിയിൽ എന്തൊക്കെ ആംഗിളിൽ ജാസ്മിനെ കാണിക്കാൻ പറ്റുമായിരുന്നു. പല ദേഷ്യം, റൊമാൻസ്, പിന്നെ കോംബോയിലുണ്ടായ ദേഷ്യം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഗബ്രി അതൊക്കെ കാണിക്കായിരുന്നു. പിന്നെ ജിൻഡോ കാക്കാന്നെങ്കിലും വിളിക്കായിരുന്നു. എന്തായാലും വഴക്ക്, പിന്നെ മുടന്ന ന്യായം പറയുന്നത്, തെറ്റ് ചെയ്താലും സമ്മതിക്കുക, അതൊക്കെ കാണിക്കായിരുന്നു. പക്ഷെ ജിൻഡോ അതൊന്നും ശ്രമിച്ചില്ല. പിന്നെ ഇങ്ങനെ പറ എന്നൊക്കെ ഉള്ളതൊക്കെ കാണിക്കും. പക്ഷെ ജിൻഡോ അത് നോക്കിയില്ല. ഇനി അടുത്ത് നിൽക്കുന്നത് അഭിഷേക് ഋഷിനെ കാണിക്കാൻ ശ്രമിച്ചു. ഓക്കെ. അതേപോലെ ശ്രീധുവിനും പിന്നെ അർജുൻ ടാസ്ക് അല്ലാണ്ട് വേറെ ഒന്നും അവിടെ സ്വന്തം ഒരു എന്താ പറയണ്ടേ, സ്വന്തം ഒരു എന്താ പറയുക ഒറിജിനാലിറ്റി അർജുൻ അവിടെ കാണിച്ചിട്ടില്ല. അർജുൻ ടാസ്കുകളൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അർജുൻ്റെ വേറെ ബിഹേവിയറോ നിലപാടുകളോ റിയാക്ഷൻസോ ഒന്നും അർജുൻ അവിടെ കാണിക്കാത്തതുകൊണ്ട് തന്നെ ശ്രീധുവിന് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനായിട്ടില്ലായിരുന്നു, സത്യം പറയാം, ഇല്ലായിരുന്നു. പിന്നെ സിജോയും ഓക്കെ ആയിട്ട് തന്നെ ശ്രീധുവിനെ ചെയ്തത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അനാലിസിസ്. ഇന്ന് ഉർവശി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, ആ സെഷനും നല്ലതായിരുന്നു. പിന്നെ ജൂൺ 6 നമുക്ക് നേരെ പോവാം. തീയെന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു താളന്നിട്ട് അതല്ലേ, അല്ല, പാട്ട് വേറെ മാറിപ്പോയി. അതായിരുന്നു കേട്ടോ. ദൈവമേ, തീയെന്ന് മാത്രമേ വരുന്നുള്ളൂ. ഇന്ന് തീയുടെ പൊടിപൂരമായിരുന്നല്ലോ. അപ്പോൾ പരകായ പ്രവേശൻ ടാസ്ക്കാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ കഥാപാത്രങ്ങളാവണം. ഇവിടെ അർജുൻ ആകുന്നത് നോറ, ജാസ്മിൻ ആകുന്നത് സിജോ ആകുന്നത് ശ്രീധു ആകുന്നത്
നമ്മുടെ ശ്രീതു ആകുന്നത് ആരായിരുന്നു? സിജോ, പിന്നെ ഋഷി ജിൻഡോ ആകുന്നു, അഭിഷേക് ഋഷി ആകുന്നു, ശ്രീതു അർജുനാകുന്നു, നോറ അഭിഷേക് ആകുന്നു, ജിൻഡോ ജാസ്മിൻ ആകുന്നു. ഓക്കെ, അങ്ങനെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഋഷി ആദ്യം തന്നെ ജിൻഡോ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ലൈറ്റർ കണ്ടോ എൻ്റെ? സിജോയുടെ അടുത്താണ് ചോദിക്കണം. അപ്പോൾ സിജോ ശ്രീതു ആയിട്ടാണ് നിൽക്കുന്നത്. അത് അർജുൻ്റെ കയ്യിൽ കാണും, ചോദിക്കാം. എൻ്റെ പൊന്നു മോളെ ഒരു കാര്യം പറയാം, ഈ അർജുനെ വിശ്വസിക്കാനൊന്നും പാടില്ല കേട്ടോ, നീ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. നീ അത് ഞാൻ എന്തായാലും പിന്നെ പറയാം, ഞാൻ സൂര്യ നമസ്കാരം ചെയ്യാൻ പോട്ടെ. ഋഷി ജിൻഡോനെ പോലെ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അർജുൻ നോറയായിട്ട്. ഇപ്പം നോറ ഈസ് ബ്രില്യൻ, നോറ ഈസ് ടാലന്റഡ്. പിന്നെന്താ പറയണ്ടേ? ജനങ്ങൾ ഇത് കാണുന്നില്ലേ? ജനങ്ങൾക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഞാൻ നോറയുടെ ശബ്ദവും കൂടി എടുക്കാം. എന്തായാലും ഞാൻ ഇവിടെ ഇരുന്ന് 3 മാസം കാണിച്ചത് അർജുൻ അവിടെ 1 ദിവസം കൊണ്ട് കാണിച്ചു തീർത്തു കേട്ടാ. അപ്പം നോറ വരെയാണ് അർജുൻ്റെ അടുത്തേക്ക്. അഭിഷേകായിട്ട്. ഇതൊക്കെ എൻ്റെ മൈൻഡ് ഗെയിമാണ്, ഇതൊക്കെ എൻ്റെ മൈൻഡ് ഗെയിമാണ്. അഭിഷേകനെ കാണിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ജിൻഡോ ജാസ്മിനായിട്ട്. നോറ നിന്നെ പുറത്താക്കിയതില്ലേ, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ അത് കഴിഞ്ഞിട്ട് അർജുൻ, ഇതാണ് ലാലേട്ടൻ പറഞ്ഞ സർപ്രൈസ്, ഇതാണ് ഞാനാണ് ഇവിടെ, ഞാൻ എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, മനസ്സിലായോ? അപ്പം ജാസ്മിൻ സിധുവായിട്ട്, എവളെ വിട്, എവൾ ഒരാഴ്ചക്കകം പൊക്കോളൂ ആ ജാസ്മിൻ്റെ കയ്യും പിടിച്ചിട്ട്. അത് കഴിഞ്ഞ് അർജുൻ, തീപ്പൊരി ഇനി വന്നേ. തീപ്പൊരി എന്താ? തീപ്പൊരി തീരുമാനിക്കുന്ന പോലെ ഇവിടെ കാര്യങ്ങൾ നടക്കൂടോ? നോറ ഇവിടെ നിൽക്കും. നോറയാണ് ഇവിടെ, ജനങ്ങളാണ് നോറയെ നിർത്തിയിരിക്കുന്നത്, അറിയാമോ? ജനങ്ങൾക്കറിയാം നോറയെ നിർത്തണോ വേണ്ടെന്നുള്ളത്, കേട്ടോ? തീപ്പൊരി പോയേ. അപ്പോൾ ഉടനെ തന്നെ മറ്റേ ജിൻഡോ ജാസ്മിനായിട്ട്, എൻ്റെ നമ്പർ നിനക്ക് എങ്ങനെ കിട്ടി? എൻ്റെ നമ്പർ എനിക്ക് എങ്ങനെ കിട്ടി? അപ്പം ജാസ്മിൻ അവിടെ വിഷയം മാറ്റി. ഇയാൾ എന്തോന്നൊക്കെ പറഞ്ഞ ജാസ്മിൻ സിജുവായിട്ട് വന്നിട്ട്, നീ എന്ത് സംഭാവനയാണ് കൊടുത്തത് മോളെ, നീ എന്ത് സംഭാവനയാണ് കൊടുത്തത്? അപ്പോൾ അർജുൻ, ജാസ്മിൻ ഇൻഡിവിജ്വൽ പ്ലെയർ ആണ്, ഞാൻ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിനോട് സംസാരിക്കില്ല, മാറി നിൽക്കൂ. അത് കഴിഞ്ഞ് നോറ ഓടെയാണ്, നേരെ പോകുന്നു ബാത്റൂമിലേക്ക്. അപ്പോൾ ഋഷി ഇവിടെ ജിൻഡോ ആയിട്ട് നിന്നിട്ട്, ഇവൻ നമ്പർ കൈമാറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവൾ കരഞ്ഞോണ്ട് ഓടിയത്. അപ്പോൾ അർജുൻ നോറയായിട്ട് കരഞ്ഞോണ്ട് ഓടിയാണ്. ഡേ 1 ചായയിൽ പഞ്ചസാര ഇല്ലെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. ഡേ 2 ജിൻഡോ ചേട്ടൻ സിഗരറ്റ് വലിച്ചിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ് ജിൻഡോയും ഋഷിയും കൂടെയുള്ള വഴക്കാണ്. അല്ല, ജിൻഡോയും ഋഷിയും കൂടി ജാസ്മിൻ്റെയും ജിൻഡോയുടെയും വഴക്ക് റിക്രിയേറ്റ് ചെയ്യണേ. അപ്പോൾ എടി എൻ്റെ ഗബ്രി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഉടനെ ഋഷി, ആ ഗബ്രി, ആ പാവം പയ്യനെ നീ കളിച്ച് പുറത്താക്കി, നിന്റെ കളിയിൽ, നിന്റെ കോംബോ ഗെയിമിൽ അവൻ വീട്, അങ്ങനെ അവൻ പുറത്തായത് കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത് നോറ ഇരുന്ന് കരയാണ്. എന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കൂ ബിഗ് ബോസ്, എന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കൂ അർജുൻ. അപ്പോഴത്തേക്കും അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളെ ജിൻഡോയും ഋഷിയായിട്ട് ഒരു വഴക്കാണ്, ജാസ്മിനും ജിൻഡോയുടെ വഴക്ക്. അപ്പോൾ ഋഷി, ധൈര്യം ഉണ്ടെങ്കിൽ വാടി എൻ്റെ അടുത്തേക്ക്, ധൈര്യം ഉണ്ടെങ്കിൽ ജിൻഡോ ചേട്ടൻ്റെ അടുത്ത് വാ വഴക്കിടാൻ വേണ്ടി. അപ്പോൾ ജിൻഡോ നടന്നു വരുന്നുണ്ട്. അതിൽ മറ്റേ ഋഷി അകത്ത് കയറി നിന്നിട്ട്, നീ ധൈര്യം ഉണ്ടെങ്കിൽ വാ എന്നൊക്കെ പറയുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ സിജോ ശ്രീതുവായിട്ട് പോയിട്ട് അർജുനെ ആശ്വസിപ്പിക്കുകയാണ്. ശ്രീതുവിന് അറിയോ, ഞാൻ ഒരു ഓംലേറ്റ് ഉണ്ടാക്കി, ആ ഓംലേറ്റിൽ മുട്ട പൊട്ടി എന്ന് പറഞ്ഞ്, മുട്ടയുടെ മഞ്ഞക്കരി പൊട്ടി എന്ന് പറഞ്ഞ് ആ സിജോ ചേട്ടൻ എന്നെ എന്തൊക്കെ ചെയ്യുന്നത് അറിയാമോ? എന്തൊക്കെ? അപ്പം ജാസ്മിൻ സിജോ ആയിട്ട് വരുന്നുണ്ട്. മോളെ, കരയുമ്പോൾ കണ്ണുനീ വരണം, കണ്ണുനീരാണ് വരേണ്ടത്, എന്നെ പോലെ കാട്ടുതീയല്ല, ഓക്കെ? അപ്പോൾ അർജുൻ, സിജു ചേട്ടൻ ഈ ആകെക്കൂടെ എൻ്റെ കംഫർട്ട് പാർട്ട്ണറായിട്ട് വന്നതാണ്. ഇപ്പോൾ ആകെക്കൂടെ ഈ സിജു ചേട്ടനുള്ളത് വെറും പട്ടി ഷോ മാത്രമാണ്. മോളെ, ഞാൻ പട്ടി ഷോ നടത്തലില്ല കേട്ടോ, സിജോ കാട്ടുതീ ഷോയാണ് നടത്തൽ എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും അത് നന്നായിട്ട് പോയപ്പോൾ ബിഗ് ബോസ്, നോറ കൺഫെഷൻ റൂമിലേക്ക് വരൂ. അപ്പോൾ യഥാർത്ഥ നോറ, ഞാനാണ് പോവേണ്ടത്, യഥാർത്ഥ നോറയാണ് ബിഗ് ബോസിൽ വിളിച്ചത്. അയ്യോ എൻ്റെ പൊന്നു നോറേ. അപ്പോൾ അർജുൻ, നീ പോടി, ഞാനാണ് പോവേണ്ടത്, ഞാനാണ് ഇപ്പോഴത്തെ നോറ, ഇപ്പം ഞാൻ പോവും. അപ്പം നമ്മുടെ നോറ, നീ അല്ല പോവേണ്ടത്, ഞാനാണ് പോവേണ്ടത്. അപ്പോൾ യഥാർത്ഥ നോറയല്ല, അർജുൻ നോറ അകത്തേക്ക് വരൂ. അപ്പോൾ അർജുൻ നോറ അകത്തേക്ക് കയറിയാണ്. പറയൂ, എന്താ നോറ പ്രശ്നം? ബിഗ് ബോസ് എന്നെ ഒറ്റപ്പെടുത്തുന്ന ബിഗ് ബോസ് ഇവിടെ. നിങ്ങൾ മികച്ചൊരു മത്സരാർത്ഥിയാണ് നോറ, അതെനിക്കറിയാം, ഞാൻ മികച്ച മത്സരാർത്ഥിയൊക്കെ ആണെന്ന്. പക്ഷേ ഡേ 1 ഒന്നും നടന്നില്ല. ഡേ 2 മുട്ടയുടെ മഞ്ഞക്കൊരു പൊട്ടിയെന്ന് പറഞ്ഞ് ഇവിടെ സിജോ ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസ് ഒന്നും മനസ്സിലാകുന്നില്ല. അത് എനിക്കും പലപ്പോഴും മനസ്സിലാവില്ല. അല്ലല്ല, ഞാൻ പറയാം. ശരിക്കും നോറയുടെ പ്രശ്നം എന്താണ്? എനിക്ക് പ്രശ്നമുണ്ട് ബിഗ് ബോസ്. ഡേ 1 ഡേ 3 പറയാം. യമുന ചേച്ചി ചായ ഉണ്ടാക്കി പഞ്ചസാര ഇല്ലെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞ്. ഡേ 4 സിജോ ചേട്ടൻ കംഫോർട്ട് പാർട്ട്ണറായിട്ട് വന്നു. ഡേ 6 എന്നെ സിജോ ചേട്ടൻ വഴക്ക് പറഞ്ഞു. ഡേ 7 എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തി ബിഗ് ബോസ്. നോറ, നിങ്ങൾ നല്ലൊരു മത്സരാർത്ഥിയാണ്, പോയി ലിപ്സ്റ്റിക് ഇട്ട് നന്നായിട്ട് കളിക്കൂ. അല്ലെങ്കിൽ എനിക്ക് ബിഗ് ബോസിൽ നല്ല മാന്യനാണെന്നൊക്കെ എനിക്ക് അറിയാം. ശരി ബിഗ് ബോസ്, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നോറ പോവുകയാണ്. അതായത് അർജുൻ പോവുകയാണ് കേട്ടോ. സൂപ്പറായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ശ്രീതു
അർജുനായിട്ടും ജാസ്മിൻ സിജോ ആയിട്ടും. അപ്പോൾ ജാസ്മിൻ a+b² A² + B² + 2ab ഉണ്ട്. അപ്പോൾ ആ ഒരു കണക്ക് പ്രകാരം ഈ ആഴ്ച ജാസ്മിനും നോറയും പോകും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അർജുൻ നോറയായിട്ട് കണ്ണാടി നോക്കിയിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്മോക്കിംഗ് ഏരിയയിൽ നമ്മുടെ ഋഷി ജിൻഡോ ആയിട്ടും അഭിഷേക് ഋഷി ആയിട്ടും. അപ്പോൾ ഋഷി എടാ മോനെ ഞാനേ മാന്യതയോടെ കളിക്കണം, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ മാന്യതയോടെ കളിക്കുന്നവൻ, കള്ളത്തരം ഞാൻ പറയത്തേയില്ല. അപ്പോൾ ഉടനെ അഭി ഋഷിയായിട്ട് അപ്പോൾ ചേട്ടൻ കള്ളം പറയുന്നതോ? ഞാൻ കള്ളം പറയും, അത് ഗെയിമിന് വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ ജിൻഡോ ആയിട്ട്. അത് കഴിഞ്ഞ് അർജുൻ നോറയായിട്ട് സിജു ചേട്ടാ ആ ബാ ഗ്യാസ് തീർന്നിരിക്കുകയാണ്, ആ കാട്ടുതീ വെച്ചിട്ട് ആ ഗ്യാസ് ഒന്ന് കത്തിച്ചേ, ഐക്കോണിക് കേട്ടാ. ഉടനെ തന്നെ സിജോ വരുന്നു. ആര്? ജാസ്മിൻ. കത്തുന്നില്ലല്ലോ പണ്ടാരടങ്ങാം. ഓക്കെ ലൈറ്റർ എടുത്ത് വെച്ചിട്ട് കണ്ടില്ലേ മോളെ, ദാ കാട്ടുതീ കൊണ്ട് ഞാൻ ഗ്യാസ് കത്തിച്ചിരിക്കുകയാണ്, ഇനി നിന്നെ കണ്ണീരെടുത്ത് ആ കപ്പിൽ വെച്ച് തിളപ്പിക്കാൻ നോക്കും, സിജോയോടാണ് ഈ കളി എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ നന്നായിട്ട് അതിൽ സ്കോർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അർജുൻ നോറ പിന്നെയും അഭിഷേകേ ഇങ്ങനെ ഇരിക്കാതെ നിന്റെ മൂഡ് കത്തിപ്പോവും, എപ്പോഴും കഴിക്കുക. അപ്പം നോറ അഭിഷേകായിട്ട് ഞാൻ ഇവിടെ കിടന്ന് മൈൻഡ് ഗെയിം കളിക്കുകയാണ്, നിന്നോട് പറയേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് ജാസ്മിൻ സിജോ ആയിട്ട് ആ ജാസ്മിനെ ഒന്ന് വിളിക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അർജുൻ നോറയായിട്ട് ജാസ്മിനെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല, അതിനെക്കാട്ടും ഭേദം കോർപ്പറേഷനിലെ വേസ്റ്റ് എടുക്കുന്നതാണ്. അത് ജാസ്മിൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ജാസ്മിൻ തന്നെ ഞെട്ടിപ്പോയി, ഇവൻ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. സിജോ ചേട്ടൻ്റെ കണ്ടന്റ് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒരു കാര്യം പറയട്ടെ, സിജോ ചേട്ടൻ എൻ്റെ കണ്ടന്റ് മാത്രം എടുക്കുന്നതിനാണ്, ഞാൻ മാത്രമായിരിക്കും സിജോ ചേട്ടൻ്റെ ഒരു കണ്ടന്റ് അറിയാം എന്നൊക്കെ പറഞ്ഞ് അപ്പോഴത്തേക്ക് ഉടനെ തന്നെ എടി അത് ഞാൻ ആരെ ജാസ്മിൻ സിജോ ആയിട്ട് ഞാൻ ആരെ കണ്ടന്റ് എടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഓക്കെ, അപ്പോൾ നീ അടുത്ത ആഴ്ച ഇവിടെ നിന്ന് പോവും, അപ്പോഴേ നിനക്ക് മനസ്സിലാവുള്ളൂ. 25-ാം ദിവസം 1:30 എന്നെ ഇവിടെ നിന്ന് വലിച്ചടിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. 26-ാമത്തെ ദിവസം 1:40 ചേട്ടൻ എന്നെ കുറിച്ച് പല കാര്യങ്ങളും, എൻ്റെ പൊന്നുമോളെ നീ ഒന്ന് പോ, ഇത് മതി കേട്ടാ, നീ കൂടുതൽ കളിക്കണം, നീ പോവാൻ നോക്ക് എന്നൊക്കെ പറയുന്നേ. അത് കഴിഞ്ഞ ശേഷം അർജുൻ നോറയായിട്ട് നോറ ടാലൻറ്റഡ് ആണ്. നോറ ഇവിടെ പല ക്യാമറകളും നോറയുടെ പുറകെയാണ് നടക്കുന്നത്, അല്ല നോറ ക്യാമറയുടെ പുറകെയല്ല നടക്കുന്നത്. ഓക്കെ, എന്താ പറയേണ്ടത്? അവസാനം നോറയെ അഭിഷേകായിട്ട് അയ്യോ എന്തൊക്കെ കാണണം. ശരിക്കുള്ള നോറ പലപ്പോഴും ആകുന്നുണ്ട് പല തവണയും അങ്ങനെ. അത് കഴിഞ്ഞ് ജാസ്മിൻ സിജോയായിട്ടും ജാസ്മിൻ സിജോയായിട്ട് നോറേനെ, അതായത് അഭിഷേകായിട്ടുള്ള ചർച്ചയാണ് കാണിക്കുന്നത്, റെക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോറയാണല്ലോ അഭിഷേകായിട്ടിരിക്കുന്നത്. നീ കളി മാറ്റുക അഭിഷേകേ, നീ ഇങ്ങനെ മൂഡ് പിടിച്ച് കിടക്കാതെ നീ ഈ ബീൻ ബാഗെങ്കിലും മാറ്റാൻ നോക്ക് പ്ലീസ്, നിന്റെ മൂടെങ്കിലും ഒന്ന് മാറട്ടെ, നീ വെറുതെ ഇങ്ങനെ ഇരിക്കാതെ. എനിക്കാണെങ്കിൽ കാട്ടുതീ കൊണ്ട് ഉരുട്ടാൻ, അവക്കാണെങ്കിൽ ആരുമില്ല. പിന്നെ നമുക്കിപ്പം നന്ദൂട്ടനൊക്കെ പോയി, ജാസ്മിൻ പറയാണ് നന്ദൂട്ടനൊക്കെ നമ്മുടെ പോയി, അല്ലെങ്കിൽ അത് വെച്ച് ഉരുട്ടിക്കൊണ്ടുപോയായിരുന്നു, പക്ഷെ അത് നടക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം അർജുൻ നോറയായിട്ട് പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് നോറ ഈസ് വെരി ടാലൻറ്റഡ്. പിന്നെന്താണ്, നോറ എന്തോ കൊണ്ട് കൊടുക്കുന്നുണ്ട് അഭിഷേകിന്. അപ്പോഴത്തേക്കും അഭിഷേക് പറയുന്നത് നോറ ഈസ് വെരി ടാലൻറ്റഡ്, അതായത് അഭിഷേക് കളിയാക്കുന്നത് പോലെ നോറ കാണിക്കുകയാണ് അഭിഷേകിനെ. പിന്നെ എടോ അത് എടുത്ത് കഴിക്കും, താൻ കഴിക്കുമ്പോഴേക്കും വാ തുറക്ക് എന്നൊക്കെ അർജുൻ നോറ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ജാസ്മിൻ സിജോ നോറേ മോളെ നീ അവിടെ ഒന്ന് ഇരിക്കുക, നിന്നോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ അർജുൻ സിജു ചേട്ടാ എന്നോടൊന്നും മിണ്ടണ്ട, സിജു ചേട്ടന് എൻ്റെ കണ്ണെന്നല്ലാതെ വേറെ ഒന്നുമില്ലേ സംസാരിക്കാൻ? മോനെ സിജോ ഒരു പോരാളിയാണ് ജാസ്മിൻ, എനിക്ക് നിന്റെ കണ്ടന്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആണ് നോറയുടെ കാര്യം ചേട്ടൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നോറ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നോറ ആരാന്ന വിചാരം അർജുൻ? നോറ IAS ആവും, IFS ആവും, നോറ വേണമെങ്കിൽ IPS വരെ ആവും. ഈ 3 ഒരുമിച്ചാ 3 ഒരുമിച്ച് ഞാനാവും, എന്തേ കുഴപ്പം? അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ സിജോയായിട്ട് അഭിഷേക് ഋഷിയായിട്ട് ജാസ്മിൻ പോയിട്ട് സിജോ ആയിട്ട് പോയി തൊടുന്നു നോറൻ. അപ്പം നോറ കരഞ്ഞോണ്ട് ഓടുന്നു. അത് അർജുൻ എന്നെ തൊട്ടു, എന്നെ മാത്രം ഒറ്റപ്പെടുത്തുന്നു. അപ്പം നോറ അഭിഷേകമായിട്ട് വരുന്നുണ്ട്. എടി നിനക്ക് നിന്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു, നിന്റെ ശബ്ദം കണ്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു, ഒന്ന് പോടോ, താനൊക്കെ വെറും സേവ് ആയിക്കോളും, ഞാനൊക്കെ ഇങ്ങനെ കരഞ്ഞാലേ എന്തെങ്കിലും കിട്ടുള്ളൂ, നോമിനേഷൻ ഉണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞ് അർജുൻ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. ഇവിടെ കളിച്ചേ പറ്റൂ ഇങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ ശരിക്കുള്ള നോറ ഞാൻ കരയുമ്പോൾ ശരിക്കും ഇങ്ങനെ ആൾക്കാരൊന്നും കൂടുതലില്ല. ആദ്യത്തെ 1 മാസം ഫുൾ ആൾക്കാരായിരുന്നു നോറയുടെ ചുറ്റും, പിന്നെ അല്ലേ മനസ്സിലായത് ഇതൊക്കെ നോറയുടെ ഗെയിമാണെന്ന്. അങ്ങനെ ജിൻഡു ഇടയ്ക്ക് കയറി വരുന്നുണ്ട് ജാസ്മിനായിട്ട്. എടി നീ എന്തിനാ കരയുന്നത്? ഉടനെ അർജുൻ നോറ
തനിക്ക് എന്താ പറഞ്ഞു? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീ 4-5 കൊല്ലമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ നീ ഒന്ന് മിണ്ടുന്നുണ്ടോ? ഒന്ന് അനങ്ങുന്നുണ്ടോ? എൻ്റെ അടുത്ത് വരുന്നെങ്കിലും ഉണ്ടോ? കോഴിക്കോട് നിന്ന് പോയിട്ട് ഒരു കൊളാബ് കിട്ടി, വെപ്പുമുടി കിട്ടി, എന്നിട്ടോ അതും കുളമായി. എന്ത് പറയാനാണ്? ഞാൻ ഇങ്ങനെ ആയി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അർജുൻ അവിടെ സ്കോർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ബിഗ് ബോസ് അവസാനം ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തിയിട്ട് ഒന്നും പറയാനില്ല, സൂപ്പറായിട്ടുണ്ട്. പിന്നെ വന്നത് ഉർവശി ചേച്ചിയാണ്. ഉർവശി ചേച്ചി ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ ഇതിനെ ഭാഗമായിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങളെ ഒന്നും പരിചയപ്പെടേണ്ട, എൻ്റെ മോനും മോളും എല്ലാം ഇത് കാണും എന്ന് പറയുന്നു. പിന്നെ സിനിമയുടെ കാര്യം പറയുന്നുണ്ട്, 40 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ജിൻഡോനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ജിൻഡോയുടെ ഉറക്കമൊക്കെ കാണിക്കുന്നുണ്ട്. ജാസ്മിനെ കുറിച്ച് പറഞ്ഞതെന്ന് അറിയാമോ? നല്ല കുട്ടിയായിട്ട് ഒതുങ്ങിയിരിക്കുകയാണല്ലോ, പൂച്ചക്കുട്ടിയായിട്ട് എന്തായാലും ഇരിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ, അല്ല ഉർവശി ചേച്ചി, ഞാനിങ്ങനെ ഉർവശി ചേച്ചിയെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. എന്തായാലും ഒരു കാര്യമുണ്ട് മോളെ, ശരിക്കുള്ള ഒറിജിനൽ ചുണ്ടുകൾ പുറത്ത് കാണിക്കുന്നില്ലല്ലേ, അത് കാണിക്കണം. അതായത് പുരുഷ വിഭാഗമുണ്ട്, അത് അറിയാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? എൻ്റെ മോളോട് ഞാൻ അതൊക്കെ തന്നെയാണ് പറയല്. അല്ലെങ്കിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ടെന്നൊക്കെ വിചാരിക്കും. ഇങ്ങനെയൊക്കെ ഉർവശി ചേച്ചി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാസ്മിൻ എന്താ പറയണം എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 40 ദിവസത്തെ ഷൂട്ടാണ്. 4 വർഷം എടുത്തു ഈ പടം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സെറ്റിൽ പോയപ്പോഴത്തേക്കും വെള്ളമായി, മുട്ട് വരെ ഭയങ്കര വെള്ളമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കാല് മൊത്തം കറുത്തുപോയി. പിന്നെ ലൈവ് ഡബ്ബിംഗ് ഇല്ല, ലൈവാണ്. പിന്നെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഫിലിമിൻ്റെ ടീസർ കാണിക്കുന്നു. അങ്ങനെ ഉർവശി ചേച്ചി പോവുകയാണ്. പിന്നെ ഒരു സ്പോൺസർ ടാസ്ക്കാണ് നടക്കുന്നത്. എന്നിട്ട് അവസാനം അഭിഷേകും ജാസ്മിനും ഋഷിയും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ അഭിഷേക് പോകുമ്പോൾ ആ ബട്ടർഫ്ലൈ എടുത്തുകൊണ്ട് പോകണം. ഒരു ബട്ടർഫ്ലൈ ഫ്രണ്ടിൽ തൂങ്ങി കിടപ്പുണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട്, നല്ല രസമുള്ള ബട്ടർഫ്ലൈ. അപ്പോൾ ജാസ്മിൻ ഒന്നും പറയുന്നില്ല, ടിക്കറ്റ് ഫിനാലെ ഉള്ളതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം. അർജുൻ ഇന്ന് നന്നായിട്ട് സ്കോർ ചെയ്തു നോറയുടെ കാര്യം പറഞ്ഞിട്ട്. അതായത് അഭിഷേക് ഇങ്ങനെ കയറി വരുമല്ലോ, അപ്പോൾ ടിക്കറ്റ് ഫിനാലെ ഉണ്ടല്ലോ, അപ്പോൾ ഒന്നും പറയാനും പറ്റില്ലല്ലോ. ആ സംഭവം ഇന്ന് അർജുൻ നന്നായിട്ട് സ്കോർ ചെയ്തു. അപ്പോൾ ഉടനെ അഭിഷേക്, അല്ലെങ്കിലും നോറയെ കിട്ടിക്കഴിഞ്ഞാൽ കോളല്ലേ, പുള്ളിക്കാരി പക്കാ ഫേക്കായിട്ട് നിങ്ങളോട് പല ആംഗിളിലും കാണിക്കാം. ഇതൊക്കെ കഴിഞ്ഞ് നോറയെ കാണിക്കുന്നു. എനിക്ക് ഇന്ന് അർജുൻ ചെയ്തത് നല്ല ഇഷ്ടപ്പെട്ടു. കാര്യം എന്നെ തന്നെയാണ് പുള്ളിക്കാരൻ കാണിച്ചത്. പിന്നെ ബിഗ് ബോസ് ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. എന്നെ തിരിച്ചു കൊണ്ടുവന്നത് സ്ത്രീകൾ കുറവായതുകൊണ്ടാണോ? കഴിഞ്ഞ സീസണിൽ അങ്ങനെയായിരുന്നല്ലോ, സെറീനെ കൊണ്ടുവന്നത്. ദൈവമേ, അങ്ങനെ വല്ലതും ആണോ? എന്തായിരുന്നാലും ബിഗ് ബോസ് അല്ലേ പറഞ്ഞത് ജനങ്ങൾ വിശ്വസിക്കുമെന്നുള്ളത്. അതുകൊണ്ട് ജനങ്ങളല്ലേ എന്നെ വോട്ട് ചെയ്യുന്നത്. ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കണം. ഞാൻ ചിരിക്കുന്നതൊക്കെ ഒറിജിനലായിട്ട് തന്നെയാണ് ബിഗ് ബോസ്. ഞാൻ പ്യുവറായിട്ട് നിന്നിട്ടുള്ളൂ. ഇന്ന് അർജുൻ ചെയ്തത് കണ്ടിട്ട് ദൈവമേ, ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ ഞാൻ ഇങ്ങനെയാണെന്ന്. ഞാൻ പ്യുവറായിട്ടുള്ള ആളാണ് ബിഗ് ബോസ്. പിന്നെ ഞാൻ എൻ്റെ കാലിലൊക്കെ ഭയങ്കര മുറിവുണ്ട് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇതാണ് എപ്പിസോഡിൻ്റെ റിവ്യൂ. BB+ൻ്റെ കാര്യവും ബാക്കിയുള്ള സംഭവങ്ങളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.